എല്ലാവർക്കും നമസ്കാരം. ആവർത്തന പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ജീവനും മരണവും ശാപവും അനുഗ്രഹവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു ഒരു 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 വാക്യം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്താണ് അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശാപം വരുമെന്ന് 28-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. അനുഗ്രഹത്തിൻ്റെ വചനങ്ങളും അതിനോടനുബന്ധിച്ച് ശാപത്തിൻ്റെ വചനങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നല്ല രീതിയിൽ നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി അതല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വിട്ട് അന്യദൈവ ആരാധനയ്ക്കും അതുപോലെയുള്ള കൽപ്പനകളും മറുതലിച്ചും യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീ ശപിക്കപ്പെട്ടവനായി തീരുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശപിക്കപ്പെട്ടവൻ്റെ പട്ടികയിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അത് നിനക്ക് മരണത്തിന് ഹേതുവാകും. എന്ന് വെച്ചാൽ നിത്യമരണത്തിന് ഹേതുവാകും. ഇനി അതല്ല, നീ നന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അനുഗ്രഹം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിനക്ക് നിത്യമായൊരു ജീവൻ, അല്ലെ, നിത്യജീവൻ നിനക്ക് ഉണ്ടാകുമെന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ജീവനും മരണവും ഒക്കെ എന്താണ്? ഇതൊക്കെ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ദൈവം എന്താണ്, നമ്മളുടെ നാവിൻ്റെ മേൽ ഈ ഒരു അധികാരമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നാവിൻ്റെ മേലുള്ള അധികാരം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജീവനും മരണവും അതുപോലെ അനുഗ്രഹവും ശാപവും ഒക്കെ ദൈവം നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുക. ഇനി അത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ആരുടേതാണ്? അത് നമ്മളുടേതാണ്. നമ്മൾക്ക് തീരുമാനിക്കാം എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണ്ട എന്ന്. ഓർക്കുക, നമ്മൾ ജീവനും അനുഗ്രഹവും വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾക്ക് ശാപവും മരണവും നമ്മൾക്ക് വേണ്ട. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്തായിരിക്കണം? നമ്മൾ അനുഗ്രഹവും നമ്മൾ എന്താണ് അതുപോലെ തന്നെ ജീവനുമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? നാവിൻ്റെ മേലുള്ള ദൈവം നമ്മളുടെ നാവിൻ്റെ മേൽ തന്നിരിക്കുന്ന അധികാരം അതിനകത്ത് വെളിപ്പെടണം, അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനെന്താണ്? നമ്മളത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഈ സൈക്കോളജിയൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ പറയുന്നത് എന്താണ്? അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഒക്കെ പറയുന്നത് എന്താണ്? എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു വാക്യം കിട്ടിയിരിക്കുന്നതും? അത് കിട്ടിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ്. കാരണം ഇവരൊക്കെ പറയുന്നതിന് മുൻപേ, അല്ലേ, വർഷങ്ങൾക്ക് മുൻപേ എന്താണ് നമ്മളുടെ വിശുദ്ധ ബൈബിൾ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനുഗ്രഹവും ശാപവും എന്താണ് അത് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ജീവനും മരണവും നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്മൾക്ക് അതിഷ്ടമുള്ളത് നമ്മൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നമ്മളുടെ വാഗുകൊണ്ട് തന്നെ നമ്മളത് ഏറ്റു പറയുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നാവിൻ്റെ മേലുള്ള അധികാരം എന്ത് ചെയ്യും? അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ഓർക്കുക, നമ്മളുടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ എന്താണ്? അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്, അല്ലേ? മുഴുവൻ അനുഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ അനുഗ്രഹം